ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ എണീറ്റ് തള്ളിന്റെ കുറവുണ്ട് ഗൈസ്. ഐസ്ക്രീം മഴയാണെങ്കിൽ ഞങ്ങൾ നിറഞ്ഞു ഹലോ ഗായ്സ്. അപ്പൊ കൊറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നൊരു ഫസ്റ്റ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. അപ്പോൾ എല്ലാവരും ചാനല് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം ഗായ്സ്. രാവിലെ എണിച്ചുകൊണ്ടൊരു ഉഷാറില്ല. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട് പാലക്കാടാണ്. ആർക്കും അറിയില്ലായിരിക്കും, ആരും ഇല്ല അറിയാൻ, എന്നാലും പറയാണ് എൻ്റെ വീട് പാലക്കാടാണ്. ഏട്ടൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയിട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ഷോർട്സ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റു, പല്ല് തേച്ചു. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കഴിച്ചാൽ മതി. അമ്മനെ കാണിച്ചു തരാൻ കഴിയും. ഇതാണ് എൻ്റെ അമ്മ. അപ്പം രാവിലെ എണീച്ചിട്ട് പുട്ടാണ് പുട്ട് കണ്ടോ, ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ എണീച്ചിട്ട് തള്ളാനായിട്ട് രാവിലെ എണീച്ചിട്ട് തള്ളിൻ്റെ കുറവുണ്ട് ഗൈസ്. അപ്പം നമ്മൾ രാവിലെ പുട്ടാണ് കഴിക്കാൻ പോകുന്നത്. അമ്മ ഇവിടെ പുട്ടുണ്ടാക്കുന്നു, നമ്മളത് വെറുതെ ഇരുന്ന് കഴിക്കണം. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഷർട്ട് ഇടാണ്ട് ഒരാളിനെ കാണാം. ഇതാണ് എൻ്റെ ഭർത്താവ്, പല്ല് തേക്കുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ അമ്മനെ കാണാം. അമ്മ ഇവിടെ രാവിലത്തെ കുക്കിംഗ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അനിയൻ അവിടെ ഉറങ്ങുകയാണ് ഗൈസ്, അത് മൈൻഡ് ചെയ്യണ്ട. കടലക്കറി, പിന്നെ ഇത് എൻ്റെ മേമ കൊണ്ടുവന്നാണ് ചിക്കൻ. ഇവിടെ അമ്മ ചിക്കൻ വയ്ക്കാൻ തുടങ്ങി. അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. നമ്മൾ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്റെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോണ മിക്സിയിലാണ് പച്ചമുളക്. ഞാൻ മൗത്ത് വെച്ച എന്റെ മുഖം എന്തിനു വെള്ളം? ഞാൻ നൈസായിട്ട് എല്ലാം അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചപ്പോഴാ കാണിക്കേ അവിടെ അല്ല ഇവിടെ കാണിക്കുക. പച്ചമുളക് ഇതാ, ഈ പച്ചമുളകാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ മൗത്ത് വെച്ച നമുക്ക് കുറച്ച് ബദാം എടുക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ടാണ്. ബദാമിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോ നമുക്ക് മോട്ട് കഴിക്കാൻ തോന്നും. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവരൊക്കെ തിന്നാൻ കിട്ടുന്നില്ല ബദാം. പിന്നെ ഇവിടെ മുഖത്തരച്ച് കഴിക്കാൻ പോണെന്ന്. അമ്മ അതിലരക്കണ്ട, ഇതിലരക്കുള്ളൂ. ഇതിലരക്ക വേണ്ട എനിക്ക് പേടിയടോ. അപ്പൊ നമ്മള് കുറച്ച് ബദാമും പൊട്ടറ്റോ ഇല്ല അപ്പൊ ഞാനിങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് തേച്ചരച്ച് കുളിക്കും ഗൈസ്. അതിന് വേണ്ടതാണ് എണ്ണ, സ്ക്രബ്ബറ്, പാക്ക്, ഫേസ് പാക്ക്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പോയി 2-2.5 മണിക്കൂറിൽ വിശദീകരിച്ചുള്ള ഓക്കെ പറയാം. ഞാനങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു വിശദീകരിച്ചൊരു കുളി കുളിക്കും ഗൈസ്. ഇതിന് വേണ്ട വിഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 2-2.5 മണിക്കൂറിന്റെ കുളികൾ കഴിഞ്ഞിട്ട് നമുക്ക് കേടാൻ നോക്കിയിട്ട് ബേബി ചെയ്യും. ഇവർ വിചാരിച്ചിട്ടുണ്ടോ എന്തോ കുക്ക് ചെയ്യാൻ
ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും പല സംഭവങ്ങളും കഴിഞ്ഞില്ല. വെറും 2 മണിക്കൂർ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ തന്നെ വരണം. ബിരിയാണി റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇത് ചൂടാറുമ്പോ ആ ഒട്ടലൊക്കെ ഒന്ന് പോവും. അത് പോവും. ഹായ് പറയും. ഇത് ബിരിയാണി കുപ്പി പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് സ്റ്റീൽ പ്ലേറ്റിലാണ് ആരെങ്കിലും വന്നാൽ മാത്രമാണ് കുപ്പികളൊക്കെ ഒന്ന് കുപ്പി ചില്ല് പ്ലേറ്റുകളും ചില്ല് ഇതൊക്കെ കാണുള്ളൂ. അല്ലെങ്കിൽ ഈ സ്റ്റീൽ തന്നെ. ഗൈസ് അപ്പോ സമയം 4:30 ആയി ഗൈസ്. ടീ ടൈം. മിച്ചറും ബിസ്ക്കറ്റും പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട എക്സ്പ്രഷൻ കണ്ട. പാലേ കൂച്ചുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് 4:30 ആയി. നമ്മൾ 4:30 ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കും. പക്ഷെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ 6 മണിക്ക് ചായ കുടിക്കുള്ളൂ ഗൈസ്. ഞാൻ തേയിലയാണ് കുടിക്കുന്നത്. തേയിലാന്ന് ട്രിവാൻഡ്രത്ത് പറയും. നമ്മളിവിടെ കട്ടൻ ചായ എന്ന് പറയും. നമ്മൾ കട്ടനാണ് കുടിക്കുന്നത് ഗൈസ്. കട്ടൻ. ഞാൻ കട്ടൻ, ഞാൻ ബ്ലാക്ക് ടീ, അമലേട്ടൻ വൈൻ ടീ. അപ്പം നമ്മളുടെ അടുത്ത് കുറെ മല, പുഴ, കാട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ മല, പുഴ, പാടം അങ്ങനെ കുറെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഭാരതപ്പുഴ. ജസ്റ്റ് ഒന്ന് അവിടെ പോവാന്ന് വിചാരിച്ചു. നമ്മളേട്ടാ ഒരു ഹായ് പറയും. ചെരുപ്പിടുന്നില്ലേ? ചെരുപ്പ് ഇതാണ് ഗൈസ് എന്റെ വീട്. അവിടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയാണ്. പക്ഷെ ട്രിവാൻഡ്രത്തൊന്നും അത് കാണാൻ കിട്ടില്ല. പക്ഷെ ഇവിടെ ഫുൾ പാടം, മല, പുഴ കാണിച്ചു തരാം ഗൈസ്. പേര് അവൻ നമ്മുടെ കൂടെ വരും. ഇവിടെ നമുക്ക് കുറച്ച് വീടുകളുള്ളൂ. അവിടെ അങ്ങനെ വീടൊന്നുമില്ല. പിന്നെ പുഴയും പാടങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നോക്കുന്ന ആ അച്ഛൻ വരെ ഹായ് കാണിക്കോ. അതെന്റെ അനിയൻ. കൊടയില്ലേട്ടാ, ഒരു കൊടയേ ഉള്ളൂ. നീ നനഞ്ഞോ? ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുത്തത്. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പാടത്ത് പോയി ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പാടം അവൈലബിൾ ആണ്. പുഴയ്ക്ക് പോയി ഫോട്ടോ എടുക്കുന്ന പുഴ അവൈലബിൾ ആണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സൂപ്പർ. ഞാൻ നഞ്ഞു മഴ. ഗൈസ് എല്ലാം എന്തിനെ പോലെ വരുന്നില്ല.
ഗൈസ് നമ്മൾ പോയപ്പോ പെരുമഴ ഗൈസ്, ഇപ്പൊ മഴയില്ല ഗൈസ്. അപ്പൊ നമ്മളിന്ന് സിനിമയ്ക്ക് പോവാണ് ഗൈസ്. രായൻ ഹലോ ഗായ്സ്, അപ്പം നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഏകദേശമല്ല ഒരു 10 മണിക്ക് നമ്മൾ വീട് ഫുഡൊക്കെ കഴിച്ചു ഗായ്സ്. ഇനി പോയിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ട സിനിമ എന്താണെന്ന് വെച്ചാൽ രായനാണ് നമ്മൾ കണ്ട സിനിമ. കിടിലെ മൂവിയായിരുന്നു, എല്ലാവരും പോയി കാണണം. ധനുഷിൻ്റെ അടിപൊളി മൂവിയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കല്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വ്ളോഗായിട്ട് പിന്നെ കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐസ്ക്രീം ഞങ്ങളുടെ കല്യാണം കണ്ട് ഏകദേശം 9 മാസമായി. ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാമത് ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ ഇറങ്ങി. മഴയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി. ഇത് കൂടെയാണ് എൻട്രൻസ് വരുന്നത്. മൊത്തം കല്ലാണ് ഗൈസ്. മൊത്തം കല്ലാണ് ഗൈസ്. കല്ല് ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കട്ടാക്കണം. ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു കുറെ പറയാനേ കുറെ ഉണ്ട്. ഇതിന്റെ കുറെ വർഷങ്ങൾക്ക് മുന്നിലെ കഥ. അതുകൊണ്ട് എനിക്കിതൊന്നും അറിയാത്തോണ്ട് ഞാൻ പറയുന്നില്ല. നടക്കാൻ തുടങ്ങി. ഞാൻ പൊട്ടത്തരം പറയുന്ന ഒന്നും വീഡിയോ എടുക്കരുത്. ഓഫാക്കണം വീഡിയോ. എന്നിട്ട് ഞാൻ സൈലന്റ് ആയിരിക്കുന്ന വീഡിയോ എടുക്കണം. സോറി ആജി, സോറി. ഞാൻ എന്തെങ്കിലും ഒരു വ്ലോഗ് ഇങ്ങനെ പറഞ്ഞു വീഡിയോ കട്ടാക്കും. ഐ എം സോറി കുട്ടാ. അവനായിട്ട് അഭിനയിച്ച് പറയുന്നതെന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ലല്ലോ അത് ഇതിനെ പോലെ അഭിനയിക്കാൻ. സോറി സോറി സോറി, നോർമലായിട്ട് അഭിനയിക്കാൻ. അതാ പറയാം, നോർമലായിട്ട് അഭിനയിക്കാൻ എനിക്ക് അറിയില്ലല്ലോ അത്. സോറി. ആ ഹാളോ വിജൃംഭിച്ച കൊട്ടാരം. ശാസ്ത്രങ്ങളെ വിശ്വസിക്കുന്ന ആളല്ലേ. ഇപ്പൊ ഭാവിയിൽ കിടക്കാൻ പോകുന്നുണ്ട് വനത്തില് അല്ലെ. അതാ പർവ്വതങ്ങളും നദികളും കണ്ട് ആസ്വദിക്കണമെന്ന് ഒരു തന്റെ ഹണിമൂൺ ആഘോഷത്തിലായിക്കൊണ്ടാണ് സീതാദേവി വിചാരിക്കുന്നത്. സമ്മതിപ്പിക്കുന്നതാണ്. നമുക്ക് വായിച്ച് വായിച്ച് കാണാൻ വേഗം വായിച്ച് വരുമ്പോ ഒളിഞ്ഞ വീട് വെക്കുന്നത് അല്ലേ? എന്തൊക്കെയോ ഇതിൽ ഐതിഹ്യം. പീരങ്കി എവിടെ വെക്കുന്നത്? പീരങ്കി ഞാനാണല്ലോ ടിപ്പു സുൽത്താന്റെ മകള്. പീരങ്കി എവിടെ വെച്ചത് എനിക്കറിയാം. നിനക്കം പറയാലോ, നല്ല അറിവും ബുദ്ധിയുള്ള ആളല്ലേ നീ.
നമ്മൾ വീട്ടിൽ പോട്ടെ, ഇന്ന് വയ്യ, കഴിഞ്ഞു. പാലക്കാട് സ്പെഷ്യൽ